1 ഗ്രാം പോലും വെയിറ്റ് വരുന്നില്ല. 1/2 ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നെക്ക് പീസാണ്. ടീനേജേഴ്സിനും കുട്ടികൾക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ജ്വല്ലറി സെറ്റ് വെറും 4000 സ്റ്റാർട്ടിങ്. ഇനി 2000 രൂപ മാത്രമാണ് കയ്യിലുള്ളതെങ്കിൽ അക്കുട്ടനും വിഷമിക്കേണ്ട, 2500 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ചെയിനാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഈ ഓണത്തിന് കുറച്ച് സ്വർണം വാങ്ങി ആഘോഷിച്ചാലോ? എങ്ങനെയാണെന്നല്ലേ? ഇവിടെ ആലംകോടിലുള്ള അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയിൽ ഒരു വമ്പൻ ഓഫർ ഒരുക്കിയിട്ടുണ്ട്. ഈ വരുന്ന പൂരാട ദിനത്തിലാണ് ആ ഓഫർ. എന്തൊക്കെയാണ് ഓഫർ എന്ന് അറിയണ്ടേ? സ്വർണ്ണാഭരണ മേഖലയിൽ, അതായത് സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു മിഡ് നൈറ്റ് സെയിൽ ഒരുക്കിയിരിക്കുകയാണ് അറേബ്യൻ ഫാഷൻ ജ്വല്ലേഴ്സിൻ്റെ ആലംകോട് ഷോറൂമിൽ. ഈ മിഡ് നൈറ്റ് സെയിലിൽ ഉൽപ്പാദന വിലയിൽ സ്വർണം നമുക്ക് വാങ്ങാം എന്നാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാൻ വേണ്ടി മാനേജിംഗ് പാർട്ട്ണർ ഇവിടെ ഉണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. സർ, എങ്ങനെയാണ് ഈ ഉൽപ്പാദന വിലയിൽ സ്വർണം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്? നമ്മൾ ഈ വരുന്ന സെപ്റ്റംബർ 13 നമ്മളൊരു മിഡ് നൈറ്റ് സെയിൽ ഇട്ടിരിക്കുക. മിഡ് നൈറ്റ് സെയിൽ എന്ന് പറഞ്ഞാൽ രാവിലെ 10 മണി മുതൽ രാത്രി 9 മണി വരെ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനാണെങ്കിൽ 1.99 മാത്രമേ മേക്കിംഗ് ചാർജ് വരുള്ളൂ. അതേപോലെ രാത്രി 9 മണി മുതൽ രാത്രി 12 മണി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഉൽപ്പാദന വില മാത്രം. നമ്മൾ ഹോൾസെയിൽ ഡിവിഷനിലുള്ള എല്ലാ മോഡൽ ആഭരണങ്ങളും 1 ഗ്രാം മുതലുള്ള എല്ലാ മോഡൽ ആഭരണങ്ങളും ഈ പറയുന്ന ഉൽപ്പാദന വിലയിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. 2 സെക്ഷനായിട്ടാണ് നമ്മൾ കറക്റ്റ് ചെയ്തിരിക്കുന്നത്. സെപ്റ്റംബർ 13 നമ്മൾ ഈ സംഭവം ചെയ്തിരിക്കുന്നത് മിഡ് നൈറ്റ് പൂരാട ദിനത്തിൽ. അപ്പോൾ ഈ ഓണം കസ്റ്റമേഴ്സിന് കുറച്ച് അധികം ഹാപ്പിനെസ് കിട്ടും. യെസ്, ആലങ്കോടിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മിഡ് നൈറ്റ് സെയിൽ തന്നെ വന്നിരിക്കുന്നത്. ആലങ്കോട് ചരിത്രത്തിൽ ഇവിടെ 2 സെക്ഷനായിട്ടാണ് ജ്വല്ലറി എന്ന് പറഞ്ഞു, അതായത് സിഗ്നേച്ചർ കളക്ഷനും ഹോൾസെയിൽ കളക്ഷനും. അതെ, നമ്മൾ അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയുടെ 2 ഡിവിഷനായിട്ട് നമ്മൾ തിരിച്ചിരിക്കുന്നത്. ഒന്ന് ഹോൾസെയിൽ ഡിവിഷനും ഉണ്ട്, പിന്നെ പുതിയതായിട്ട് ഇപ്പോൾ ലോഞ്ച് ചെയ്ത അറേബ്യൻ സിഗ്നേച്ചർ ബൂട്ടി എന്നൊരു സെക്ഷനും ഉണ്ട്. ഹോൾസെയിൽ ഡിവിഷൻ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ മിഡ് നൈറ്റ് സെയിൽ അല്ലെങ്കിൽ പോലും എല്ലാ ദിവസവും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 3% മാത്രമേ പണിക്കുള്ളൂ. സാധാരണ ഉള്ള ഏത് ദിവസവും 1 ഗ്രാം കല്യാണ പാർട്ടിക്കല്ല, ഏത് പർച്ചേസിനായാലും 3% മാത്രമേ പണിക്കുള്ളൂ. എന്നും അങ്ങനെ തന്നെ. പിന്നെ അതിപ്പോൾ നമ്മൾ ഓണത്തിൻ്റെ ഒരു സ്പെഷ്യൽ മിഡ് നൈറ്റ് സെയിലായിട്ട് നമ്മളത് കുറച്ചും കൂടി ഇതാക്കിയിട്ടാണ് ഒരു മിഡ് നൈറ്റ് സെയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനാണ് ഞാൻ പറഞ്ഞത് ഈ 1.99 ഉൽപ്പാദന വില 2 സെക്ഷനായിട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അറേബ്യൻ സിഗ്നേച്ചർ ബൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയൊരു ബ്രാൻഡ് നമ്മളിപ്പോൾ ലോഞ്ച് ചെയ്തതാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഡയമണ്ട് 18 ക്യാരറ്റ്, അതിൽ പ്രീഷ്യസ് സ്റ്റോൺ, അങ്ങനത്തെ ഐറ്റംസാണ് കൂടുതലായി വരുന്നത്. അത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് അതിൽ. അതായത് ഉദാഹരണം ഒരു 3000 രൂപ മുതലൊക്കെ ചെയിൻ സ്റ്റാർട്ടിങ്, അതുപോലെ 1 ഗ്രാമുള്ള നെക്ലസ്, 1/2 ഗ്രാം ബ്രേസ്ലെറ്റ്, അങ്ങനത്തെ ഒരു സ്പെഷ്യൽ കളക്ഷൻസ് ആണ് സിഗ്നേച്ചർ ബ്യൂട്ടിക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്. ഞാനിവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് എക്സൈറ്റ്മെൻറ്റ് തോന്നിയ ജ്വല്ലറീസാണ് എൻ്റെ പിന്നിലായിട്ട് കാണുന്നത്. ഇപ്പോൾ ദേ എൻ്റെ കഴുത്തിലും എൻ്റെ പുറത്തും ഒക്കെ ഉള്ളതും ഇവിടുത്തെ ജ്വല്ലറീസ് തന്നെയാണ്. എൻ്റെ പിന്നിലായിട്ട് കാണുന്നത് 1/2 ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ജ്വല്ലറി ഐറ്റംസാണ്. അതിൽ 4000 രൂപ മുതൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി പർച്ചേസ് ചെയ്യാം എന്നതാണ് മാനേജ്മെൻറ്റ് ഉറപ്പ് നൽകുന്നത്. ഏതൊക്കെയാണ് അതിലെ കളക്ഷൻസ്? ഇതാണ് പറഞ്ഞത് 4700 ലോക്കറ്റ് വിത്ത് ചെയിൻ. ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ 4700 അല്ലേ? കണ്ടോ, നമ്മുടെ വ്യൂവേഴ്സ് ശരിക്കും ഒന്ന് നോക്കേണ്ടതുണ്ട്. കാരണം ഇത് 1 ഗ്രാം പോലും വെയിറ്റ് വരുന്നില്ല. 1/2 ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നെക്ക് പീസാണ്. ടീനേജേഴ്സിനും കുട്ടികൾക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ജ്വല്ലറി സെറ്റ് വെറും 4000 സ്റ്റാർട്ടിങ്. ഇനി 2000 രൂപ മാത്രമാണ് കയ്യിലുള്ളതെങ്കിൽ അക്കുട്ടനും വിഷമിക്കേണ്ട, 2500 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ചെയിനാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഒന്നടുത്തേക്ക് വരുമോ? ഇതാ കണ്ടോ, ഇത്ര മാത്രം വളരെ നൈസായിട്ടുള്ള ഡിസൈൻസാണ്. കോളേജ് സ്റ്റുഡൻസിനും സ്കൂൾ സ്റ്റുഡൻസിനും ഒക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ചെയിനാണ്. 2500 രൂപയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. ഇപ്പോൾ ഞാൻ 1/2 ഗ്രാമിലുള്ള 1 ഗ്രാമിലുള്ളയും ചെയിനൊക്കെ കണ്ടു. ഇനി ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് കുറച്ച് നെക്ലസ് കണ്ടാലോ? നെക്ലസ് ഉണ്ടാവോ 1 ഗ്രാമിൽ? 1 ഗ്രാം നെക്ലസോ? 1 ഗ്രാം അല്ലത്, വെറും 800 മില്ലിഗ്രാം
ഇതിന്റെ 800 മില്ലിഗ്രാം, അതായത് 1 ഗ്രാം പോലും തികച്ചില്ലാത്ത നെക്ലസ്. അപ്പോൾ നമ്മൾ ചെയിനും നെക്ലസും ഒക്കെ കണ്ടു. ഇനി നമുക്കൊരു വെറൈറ്റിക്ക് ലൈറ്റ് വെയിറ്റിലുള്ള പാദസരം കൂടി കാണാം. എങ്ങനെയാ പാദസരത്തിന്റെ കളക്ഷൻ എന്നും കൂടെ നോക്കാം. ഇതാണ് പാദസരം. അതായത് നമ്മൾ 22 ക്യാരറ്റിൽ മിനിമം 1 പവനെങ്കിലും വേണം. ഇത് 2 ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പാദസരങ്ങൾ. ഓൺലി 2 ഗ്രാംസ്. ഇതൊക്കെ ആ കളക്ഷനാണ് കേട്ടോ. ഹാങ്ലെറ്റ്സ്, ഫ്ലവറിലും ഹാങ്ങിങ്ങിലും ചാംസും എല്ലാം ഒക്കെ ഉണ്ട്. അതായത് നമ്മൾ 1 പവൻ കൊണ്ടുവന്ന് എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നെക്ലസും ഒരു ചെയിനും മോതിരവും പാദസരവും എല്ലാം കൂടി നമുക്ക് വാങ്ങാം. അത് മാത്രമല്ല ഒരു വളയും കൊണ്ടുപോകാം. ഒരു വളയും കൊണ്ടുപോവാം. ഇതാ ഇത് കണ്ടോ, ഇത് കണ്ടു കഴിഞ്ഞാൽ അയ്യോ ഇത് ഭയങ്കര ഭാരമാണെന്ന് തോന്നും. പക്ഷേ ഇതാ നോക്ക്, കണ്ടോ, വേറെ ലൈറ്റ് വെയിറ്റ്. അതെ, കൈ കാണിക്കും. ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യാം, എത്ര വലിയ ആൾക്ക് വേണമെങ്കിൽ അതെ, ഇട്ട് കഴിഞ്ഞ് എത്രയാവും കണ്ടോ. ഇതുവരെ ഗോൾഡും റോസ് ഗോൾഡും ലൈറ്റ് വെയിറ്റും ഒക്കെ അല്ലേ നമ്മൾ കണ്ടത്. ഇനി നമുക്ക് കുറച്ച് പ്രീഷ്യസ് കളക്ഷൻസ് കാണാം. വിലയേറിയ ഒരുപാട് സ്റ്റോൺസ് കൊണ്ടുള്ള വർക്ക് ചെയ്തിട്ടുള്ള ജ്വല്ലറി സെറ്റുകളാണ്. ചേട്ടാ ഇതൊന്ന് കാണിക്കാവോ? ഇത് 22 ക്യാരറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രീഷ്യസ് സ്റ്റോൺ വെച്ചിട്ടുള്ള നെക്ലസ് ആണത്. 22 ഇത് 22 ക്യാരറ്റിൽ പണിതിട്ടുള്ള ആഭരണമാണ്. പ്രീഷ്യസ് സ്റ്റോൺസ് വെച്ചിട്ട് എമറാൾഡ് റൂബി വെച്ചുണ്ടാക്കിയിട്ടുള്ളതാണ്. ലെയർ മാല. ഒരു ബ്രൈഡിനൊക്കെ ഡ്രസ്സിന് കളർ മാച്ച് ചെയ്യുന്ന തരത്തിൽ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു മസ്റ്റ് സെലക്ഷൻ ആയിരിക്കും അല്ലേ? പട്ടുസാരി. അതെ, ആ കളക്ഷൻസ് ആണ് ഇതെല്ലാം. ഈ കാണുന്നതല്ല അത്തരത്തിലുള്ളതാണ്. ഇതിന്റെയൊക്കെ മേക്കിംഗ് ചാർജ് എങ്ങനെയാണ്? ഇത് ഇൻക്ലൂഡിംഗ് വിത്ത് സ്റ്റോൺ വെയിറ്റ് അടക്കാണ്. സ്റ്റോണിന്റെ വാല്യൂ ഗോൾഡിന്റെ വാല്യൂ ചേർത്തിട്ടാണ് ഇതിന് പ്രൈസ്. ഇതിലൊരു പ്രത്യേകത ഉണ്ട്. 90% ഇതിനും റീസെയിൽ വാല്യൂ ഉണ്ട്. ഓ, അതായത് നമ്മൾ വാങ്ങിക്കഴിഞ്ഞ് പിന്നീട് ഉപയോഗിച്ച് കഴിഞ്ഞ് തിരിച്ചു തരുമ്പോൾ 90% നമുക്ക് ക്യാഷ് ബാക്ക് ഉണ്ടാവും. അതായത് വെറും 10% മാത്രമാവും ഇതിൽ ലെസ് വരിക. ഓക്കെ, ഇനി ഗോൾഡ് വേണ്ട എന്ന ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ ഡയമണ്ട് ചൂസ് ചെയ്യാം കേട്ടോ. ഇവിടെ ഡയമണ്ടിനും ഒരുവിധം നല്ല ഓഫറാണ് ഞാൻ അറിഞ്ഞത്. എൻ്റെ പിന്നിലായിട്ട് കാണുന്ന കളക്ഷൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഹെവി ആണെങ്കിലും തിൻ ആണെങ്കിലും ഡെയിലി യൂസിന് വേണ്ടിയിട്ടുള്ള ഡയമണ്ട് ജ്വല്ലറീസ് ആണെങ്കിലും ഒക്കെ ഭയങ്കരമായ കളക്ഷനാണ് ഇവിടെ കാണാൻ സാധിച്ചത്. മാത്രമല്ല സാധാരണക്കാർക്കൊരു തോന്നലുണ്ടാകും, എപ്പോഴെങ്കിലും ഡയമണ്ട്സ് വാങ്ങിയിട്ട് നമ്മൾ തിരിച്ച് ഷോപ്പിൽ പോയി ഡയമണ്ട്സ് സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടം വരും എന്നുള്ളത്. അത്തരത്തിൽ ആരും പേടിക്കേണ്ട. ഡയമണ്ട് നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ 90% ക്യാഷും നമുക്ക് തിരികെ ലഭിക്കും എന്നുള്ളത് ഇവിടെ മാനേജ്മെൻറ്റ് ഉറപ്പ് നൽകുന്നുണ്ട്. ഈ കാണുന്നതാണ് ഇവിടുത്തെ സിഗ്നേച്ചർ കളക്ഷൻസിലുള്ള ഓർണമെൻറ്റ്സ്. കാണുമ്പോൾ തന്നെ വലിയ വെയിറ്റ് ഒന്നും നമുക്ക് കാഴ്ചയിൽ തോന്നിക്കുന്നില്ല. എന്നാലും ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന ഇവരോട് തന്നെ നമുക്ക് ചോദിക്കാം, എന്താണ് ഇവിടുത്തെ സിഗ്നേച്ചർ കളക്ഷൻ്റെ പ്രത്യേകത? ലൈറ്റ് വെയിറ്റ് ആണ്, കാണുമ്പോൾ ഒരുപാട് തോന്നും. ലേസർ വർക്കാണ്. പിന്നെ 3 കളർ, ഈ കളേഴ്സ് കണ്ടല്ലേ, 3 ഗോൾഡ് മാത്രമല്ല ഒരു സിൽവറും കോപ്പറും ഒക്കെ തോന്നുന്നുണ്ട്. 22 റോസ് ഗോൾഡ്, വൈറ്റ് ഗോൾഡ്, അങ്ങനെ കളർ മിക്സ് ആയിട്ടുള്ള ഡിസൈൻസ് ഉണ്ട്. വെയിറ്റും എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ? ലൈറ്റ് വെയിറ്റ് ആണ്. എന്നാലും ഈ കാണുന്നതിൽ ഏറ്റവും ഹെവി ആയിട്ടുള്ളത് ആ റേഞ്ചേ ഉള്ളൂ. പക്ഷെ കാഴ്ചയ്ക്ക് ഭയങ്കരമായിട്ട് അതെ ഒരു 8 പവൻ 10 പവനൊക്കെ തോന്നിക്കുന്ന അത്തരത്തിലുള്ള ജ്വല്ലറി സെറ്റുകളാണ്. ഓക്കെ, ഒരുപാട് കളേഴ്സ് അതിൽ വരുന്നുണ്ട്. ഗോൾഡ് കളർ മാത്രമല്ല, സിഗ്നേച്ചർ കളക്ഷനിൽ ഭംഗിയുള്ള ഒരു ജ്വല്ലറി സെറ്റാണ് ഇത്. ഇവിടെ വന്നപ്പോൾ ഞാൻ അറിഞ്ഞു ഇവിടെ എല്ലാ ഓർണമെൻറ്റ്സിനും 3% മാത്രം മേക്കിംഗ് ചാർജ് ഈടാക്കുന്നുള്ളൂ. അത്തരത്തിൽ ഏതൊക്കെ ജ്വല്ലറി സെറ്റിനാണ് ഈടാക്കുന്നത്? നോർമലി ജ്വല്ലേഴ്സിൽ വരുമ്പോൾ കേരള ഡൈ നെക്ലസ് ആണ് 3% കൊടുക്കാറ്. നമ്മളങ്ങനെയല്ല, നമ്മൾ ഏതെടുത്താലും 3% പറയുന്നത്. ഏത് ജ്വല്ലറി സെറ്റാണെങ്കിലും ഏതെടുത്താലും അതിപ്പോൾ വന്നാൽ ഇപ്പോൾ കോമൺ ഡിസൈൻ ആയിട്ടുണ്ടെങ്കിൽ ആൻറ്റിക്ക്, ചെട്ടിനാട്, ഇത് ആർക്കും 3% കൊടുക്കാൻ പറ്റില്ല. ഇതെല്ലാം നമ്മൾ 3% കൊടുക്കുന്നത്. അല്ല, നോർമലി വരുമ്പോൾ ഇതൊക്കെ മേക്കിംഗ് ചാർജ് കൂടുതലല്ലേ? അതെ അതെ. അപ്പോൾ ഇവിടെ നമുക്ക് 3% മാത്രം മതി, അതിനപ്പുറം നമ്മൾ ചോദിക്കുന്നില്ല. ഏതെടുത്താലും ഇപ്പോൾ ആൻറ്റിക്ക്, ചെട്ടിനാട് ഏതെടുത്താലും ഓക്കെ. അതുപോലെ തന്നെ ബംഗാളി, കൽക്കട്ട വർക്ക്, ഇത് നെക്ലസ് ആയാലും ബാംഗിൾസ് ആണെങ്കിലും ഏതാണെങ്കിലും 3% മാത്രം. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഓഫർ മറ്റെവിടെയും കിട്ടണമെന്നില്ല. അതായത് ഒരു ഇയറിൽ എല്ലാ ദിവസവും ഒരു സ്പെഷ്യൽ സീസൺ കാറ്റഗറി വെച്ചിട്ടല്ല ഇവിടെ ഓഫർ ഒരുക്കുന്നത്. ഇവിടെ എന്ന് വന്ന് പർച്ചേസ് ചെയ്താലും 3% മാത്രം പണിക്കൂലി നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ഓർണമെൻറ്റ്സ് വാങ്ങാം എന്നുള്ളതാണ് അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയുടെ പ്രത്യേകത.
കണ്ട കാഴ്ചകളിൽ ഒതുങ്ങി നിൽക്കുന്നില്ല അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയിലെ കളക്ഷൻ്റെ കഥ. ഇതിലേറെയുണ്ട്. നേരിട്ട് വന്ന് തന്നെ നിങ്ങളത് കണ്ട് ബോധ്യപ്പെടേണ്ടതാണ്. കാരണം ഈ വരുന്ന ഓണത്തിന് പൂരാട ദിവസത്തിൽ സ്പെഷ്യൽ പാക്കേജിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് നൽകിയാണ് ഇവിടെ ഒരു മിഡ് നൈറ്റ് സെയിൽ ഒരുക്കിയിരിക്കുന്നത്. 1.99% പണിക്കൂലി മാത്രം എടുത്തുകൊണ്ടാണ് അന്നിവിടെ സെയിൽ നടക്കുക. മാത്രമല്ല അത് മിഡ് നൈറ്റ് സെയിൽ ആവുമ്പോൾ അതിലും ഏറെ താഴ്ന്ന് ഏകദേശം ഉൽപ്പാദന വിലയിൽ തന്നെ നിങ്ങൾക്ക് സ്വർണ്ണാഭരണം സ്വന്തമാക്കാം എന്നുള്ളതും പ്രത്യേകതയാണ്. മാത്രമല്ല ഈ ഒരു ഡിസ്കൗണ്ട് നൽകുന്നത് വളരെ വലിയ പർച്ചേസുകൾക്കാണ് എന്നൊരു തോന്നൽ ഇത് കാണുന്നവർക്കുണ്ടാവും. അങ്ങനെയല്ല, 1 ഗ്രാം മുതൽ ഇനി എത്ര വെയിറ്റുള്ള ആഭരണങ്ങളാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിലും ഇതേ ഓഫറിൽ തന്നെയാകും നിങ്ങൾക്ക് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുക. അപ്പോൾ ഡേറ്റ് ആരും മറക്കണ്ട, സെപ്റ്റംബർ 13 പൂരാട ദിനം. ഈ ഓണം കുറച്ച് ആഘോഷം അധികമായിക്കോട്ടെ, എല്ലാവരും വരിക അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയിൽ. ഇത്തരത്തിലൊരു ഓഫർ ഇനി മറ്റെവിടെയും കിട്ടാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് തന്നെ ഈ ഓണം അടിപൊളിയാക്കാൻ അറേബ്യനിൽ ഒരു വിസിറ്റ് മസ്റ്റ് ആക്കിയിരിക്കണം.